ഈയാഴ്ചയിൽ നടന്ന വാർത്താചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എന്നിവ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കെ സുധാകരൻ. അൻവറിന്റെ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കണമെന്ന് പി ജയരാജനും. പ്രതികരിച്ച് നേതാക്കളും. ഗാന്ധിജിയെ അറിയാൻ വായനശാലകൾ. ക്യാമ്പയിനുമായി വി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ്. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരത, എല്ലാം റേറ്റിംഗ് ഉണ്ടാക്കാനുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമെന്ന് പി കെ ശ്രീമതി. രാജീവ് ജോസഫിന് നേരെ അക്രമം. കത്തിയുമായി യുവാവ് ആക്രമിച്ചത് സമരപ്പന്തലിൽ എത്തി. സ്വച്ഛതാ ഹി സേവ തലശ്ശേരിയിലെ ശുചീകരണ പ്രവർത്തനം. ശുചീകരിച്ചത് റെയിൽവേ സ്റ്റേഷൻ പരിസരം അടക്കമുള്ളവ. ദസറയ്ക്കൊരുങ്ങി കണ്ണൂർ നഗരം. ഉദ്ഘാടനം ചെയ്ത മേയർ മുസ്ലിം മഠത്തിൽ. ലോഗോ പ്രകാശനം ചെയ്തു. മുൻ ഉദുമ MLAക്ക് വിട ചൊല്ലി നാട്. അനുശോചിച്ച് നേതാക്കൾ. ജില്ലയിലെ അക്രമങ്ങൾക്ക് ഉത്തരവാദി SFI മാത്രം. പ്രതികരിച്ച് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റി. നോക്കാം വിശദമായ വാർത്തകൾ. പി വി അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കെ സുധാകരൻ MP. അൻവറിനെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതിനാലാണെന്നും കോൺഗ്രസ് MLA ആയിരുന്നുവെങ്കിൽ താൻ പുറത്താക്കിയേനെയെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. CPI അടിമകളെ പോലെ നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കണം. CPI തിരുത്തിയാൽ UDF-ൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നും സുധാകരൻ പറഞ്ഞു. അത് തകർക്കാനും പൊളിക്കാനും നേതൃത്വം കേരളത്തെ അന്വേഷിക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് അതിന്റെ ലക്ഷ്യം മനസ്സിലായില്ലേ? അദ്ദേഹമാണ് നമ്മുടെ പൂരത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ആസൂത്രണമാണ് അത് തകർക്കാനുണ്ടായ കാരണങ്ങളും അടിസ്ഥാന ഘടകവും എന്ന് മാധ്യമങ്ങൾ പറയുന്നു, നാട്ടുകാർ പറയുന്നു, ജനങ്ങൾ പറയുന്നു, കമ്മിറ്റിക്കാർ പറയുന്നു, എല്ലാവരും പറയുന്നു. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയല്ല, ആ ഉദ്യോഗസ്ഥനെതിരെ അംഗീകാരം കൊടുക്കുക, ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നാളെ ലോകത്ത് ഉലകത്ത് മറ്റുള്ളവരുണ്ടാവില്ല. സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ ADGP-യെ വെച്ചിരിക്കുമോ? അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അന്വേഷിച്ചോ? അന്വേഷിച്ചാൽ ആരാ അന്വേഷിക്കുന്നത്? അവരുടെ ഉദ്യോഗസ്ഥന്മാർ. എന്ത് റിപ്പോർട്ടാണ് കിട്ടുക? സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടുമോ? അദ്ദേഹത്തിന് താല്പര്യം സംരക്ഷിക്കുന്ന റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രി. എല്ലാ ഭാഗത്തും രണ്ടും ഭാഗത്തും കിടക്കുന്ന മുഖ്യമന്ത്രി. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ADGP-ക്കെതിരെ പറയുന്നു, അൻവറിനെതിരെ പറയുന്നു. മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കുന്നവർ എടുക്കുന്നു. എന്ത് അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയിൽ വെച്ചിരിക്കുന്നത്? അഭിമാനബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞ അൻവറിനെ ഇപ്പോഴും CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആയിക്കോട്ടെ, ഗാന്ധി കോൺഗ്രസ് ആണെന്ന് അൻവർ പറഞ്ഞല്ലോ, സ്വാഭാവികല്ലേ? അതൊന്നും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അൻവറിന്റെ എന്തിന് ഇത്ര വർഷക്കാലം അയാളെ കൊണ്ടുനടന്നില്ലേ? എത്ര വർഷമായി അൻവർ CPM ചേർന്നിട്ട്? ആ CPM ചേർന്ന അൻവറിന് തന്നെയല്ലേ? അത് എന്തുകൊണ്ട് അൻവർ അവരോട് സ്വീകരിക്കുന്നില്ല? ഇത്രയും തന്നെ പറഞ്ഞാൽ പോലെ നീ ഓഗസ്റ്റ് തന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞ പുറത്താക്കണ്ടേ? പുറത്താക്കിയോ? എന്തുകൊണ്ടാണ് പുറത്താക്കാത്ത? പുറത്താക്കിയാൽ പലതും നീയും പുറത്തു വരും. പി വി അൻവറിനെ രൂക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ. അൻവർ വലതുപക്ഷത്തിന്റെ നാവായി മാറിയെന്നും കഴിഞ്ഞ ദിവസം അൻവർ നടത്തിയ വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് CPM-നെ ആക്രമിക്കാനുള്ള ആയുധം കൊടുക്കാനുള്ള ഒന്നായി മാറിയെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. RSS-നും സഹായകരമായ രീതിയിലാണ് അൻവറിന്റെ പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച പല കാര്യങ്ങളിലും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അൻവർ പ്രതികരിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പി ശശിക്കെതിരെ യാതൊരു തെളിവുമില്ലാതെയാണ് അൻവറിന്റെ പ്രതികരണമെന്നും ദുബായിൽ വെച്ച് താൻ അൻവറിനെ കണ്ടിട്ടില്ലെന്നും പി ജയരാജൻ പ്രതികരിച്ചു. അൻവർ ഗുരുതരമായിട്ടുള്ള വഴിതെറ്റലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM പാർലമെന്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള MLA-യുമായിട്ടുള്ള അൻവർ വലതുപക്ഷത്തിന്റെ നാവ് ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ്. കേരളം കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള
UDF ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. വർഗീയതക്കെതിരായി ഉറച്ച നിലപാട്, കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ RSSകാർക്ക് സഹായകരമായ നിലയിൽ അവർക്ക് CPMനെയും LDFനെയും കുത്തിവലിക്കാവുന്ന നിലക്കുള്ള ചില പരാമർശങ്ങളടക്കം നടത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ കേരളത്തിലെ LDF ഭരണം ലക്ഷ്യമാക്കുന്നു എന്ന നിലക്കുള്ള സംസാരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അപ്പോൾ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഉള്ള പരാമർശങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും CPMനെയും LDFനെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കാര്യമാണ് അൻവർ. ജില്ലാ ലൈബ്രറി കൌൺസിൽ ഗാന്ധിജിയെ അറിയാൻ വായനശാലകൾ എന്ന പേരിൽ ക്യാമ്പയിനുകൾ നടത്താൻ തീരുമാനിച്ചതായി വി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ക്യാമ്പയിൻ നടത്തുക. പീപ്പിൾസ് മിഷൻ ചുരുങ്ങിയത് 25 വായനശാലകളെങ്കിലും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ 2-നും നവംബർ 1-നും ഇടയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറികൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ പുസ്തകങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ 10,000 രൂപയുടെ മുഖവിലയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന മേഖലകളിലാണെങ്കിൽ ആദിവാസി ജനവിഭാഗം കൂടുതലായിട്ടുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ സാന്ദ്രതയുള്ള സാമൂഹ്യമായും സാംസ്കാരികമായും പിന്നണിയിൽ കിടക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് മറ്റ് പിന്തുണകൾ കൂടി നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം ഈ ലൈബ്രറികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവയ്ക്ക് ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ്, മറ്റ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അത് ഷെൽഫും കസേരയും ഒക്കെ ആയിട്ടുള്ള സാധന സാമഗ്രികൾ കൂടി കൊടുക്കുന്നതിന് ആലോചിക്കുകയാണ്. അത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പരമാവധി ലൈബ്രറികൾ സ്ഥാപിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ വായനശാലകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി പുതുതായി വായനശാലകൾ തുടങ്ങുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ക്യാമ്പയിൻ നടത്തുക. പീപ്പിൾസ് മിഷൻ ചുരുങ്ങിയത് 25 വായനശാലയെങ്കിലും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിൻ കാലയളവിൽ സ്ഥാപിക്കുന്ന വായനശാലകൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ പുസ്തകത്തിന്റെ കുറവുണ്ടെങ്കിൽ 10,000 രൂപ വരെ മുഖവിലയുള്ള പുസ്തകങ്ങൾ നൽകും. കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവരും പങ്കെടുത്തു. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. മത്സരബുദ്ധിയോടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് നിർവ്യാജം പറയുകയാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്ത് സംഭവത്തിലും നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. CPM നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ 53ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത്. അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം. ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുത്, അതിന് നിന്നു കൊടുക്കരുത്. അത് ആരായാലും ശരി, അത് ശരിയല്ല. കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്. ഈ പാർട്ടി തൊഴിലാളികളുടെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സഖാവ് അഴീക്കോടന്റെ പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ 1 പാർട്ടി ആയിട്ടുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന EP ജയരാജന്റെ അസാന്നിധ്യം ഇന്നും ശ്രദ്ധിക്കപ്പെട്ടു. അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ V ശിവദാസൻ MP, TV രാജേഷ്, KV സുമേഷ് MLA, TK ഗോവിന്ദൻ, അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. ഇടവേള. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ
സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടി ഒരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി, കേരളാസ് ഫസ്റ്റ് ചോയ്സ്. പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ.
വാർത്തയിലേക്ക്. കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫിന് നേരെ ആക്രമണം. കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വായന്തോട് സമരം നടത്തുന്നതിനിടെയാണ് സംഭവം. കത്തിയുമായി എത്തിയ യുവാവ് രാജീവ് ജോസഫിനെ ആക്രമിക്കുകയായിരുന്നു. രാജീവ് ജോസഫിന്റെ ഇടത് കൈക്ക് പരിക്കേറ്റു. കത്തിയുമായി എത്തിയ യുവാവ് സമരപ്പന്തലിൽ ഇരിക്കുകയായിരുന്ന രാജീവ് ജോസഫിനെ ആക്രമിക്കുകയായിരുന്നു. അക്രമം തടയുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ ഇടത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റുള്ളവർ ഓടിയെത്തുമ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമരപ്പന്തലിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. കസേരകൾ ഉൾപ്പെടെ മറിച്ചിട്ടാണ് അക്രമി രക്ഷപ്പെട്ടത്. 6 തവണ വെട്ടാൻ ശ്രമിച്ചതായി രാജീവ് ജോസഫ് പറഞ്ഞു. ഡോക്ടർ എത്തി പരിശോധന നടത്തി കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. ആശുപത്രിയിലേക്കില്ലെന്നും മരണം വരെ സമരം ചെയ്യുമെന്നും രാജീവ് ജോസഫ് വ്യക്തമാക്കി. വിവരമറിഞ്ഞ് മട്ടന്നൂർ CI M അനിലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. CPM സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ, നഗരസഭാ ചെയർമാൻ M ഷാജിത്ത്, കോൺഗ്രസ് നേതാക്കളായ സുരേഷ് മാവില, AK രാജേഷ് തുടങ്ങിയവർ രാജീവ് ജോസഫിനെ സന്ദർശിച്ചു. മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനുകളുടെ ഭാഗമായി തലശ്ശേരി നഗരസഭ പരിധിയിലുള്ള കടൽപ്പാലം, റെയിൽവേ പരിസരം എന്നിവ ശുചീകരിച്ചു. തലശ്ശേരി NTTF കോളേജ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വളണ്ടിയേഴ്സ്, നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ശുചിത്വ പ്രതിജ്ഞയുടെ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ കടൽപ്പാലം, NTTF കോളേജ് തലശ്ശേരി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി, മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വളണ്ടിയേഴ്സ്, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഒത്തുചേർന്ന് ശുചീകരിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടർ റെജിന, അനിൽകുമാർ, സൗമ്യ, കുഞ്ഞിക്കണ്ണൻ, മുനീർ എന്നിവർ നേതൃത്വം നൽകി. 250 പരം ആളുകൾ പങ്കെടുത്ത് ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ കണ്ടിക്കൽ MCFലേക്ക് മാറ്റി. ക്ലീൻ സിറ്റി മാനേജർ അജയ്കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഫോട്ടോ പോയിന്റ് കൂടി ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ സജ്ജീകരിച്ചു. വരും ദിവസങ്ങളിൽ ക്യാമ്പയിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ലിജശ്രീ, രതീഷ് കുമാർ, ദിനേശ്, സുനിൽകുമാർ, അഷ്റഫ്, പ്രദീപ് കുമാർ, P അശ്വതി എന്നിവർ നേതൃത്വം നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് മാർച്ച് നടത്തി. മുൻ MLA അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. എന്ന് ധരിച്ചിരിക്കുന്ന പല ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ല, സഹകരണ മേഖല എന്ന് വെച്ചാൽ അത് ആ മേഖലയിൽ, ആ പർട്ടിക്കുലർ മേഖലയിൽ ഒരു സഹകാരിക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഏതാണ്? അതാണ് സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത്. നേരത്തെ തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളൊക്കെ ആ മേഖലയ്ക്ക് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മേഖലകളായിരുന്നു. ഇന്ന് എല്ലാം ക്രെഡിറ്റ് ഒരു ബാങ്കിങ് രീതിയിലേക്ക് മാറി. എല്ലാ ജീവനക്കാരും ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് മാറി സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നത്, സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. അതിന് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കേരളമെമ്പാടും ശക്തമായ സമരപരിപാടികൾ ഉണ്ടാക്കണം. ഈ 12 ആവശ്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് മൂന്നാം സമഗ്ര ഭേദഗതി നിയമത്തിലെ ജനാധിപത്യ വിരുദ്ധ ഭേദഗതികൾ പിൻവലിക്കുക, സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M രാജു മുഖ്യപ്രഭാഷണം നടത്തി. അഗീഷ് കാടാച്ചിറ, മനോജ് കോവിയേരി, K രാധ, KA തങ്കച്ചൻ, NV രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ലോക ഫാർമസിസ്റ്റ് ദിനാചരണം സംഘടിപ്പിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ മേഖല, ആതുര മേഖല, ഇത് വളരെയധികം കച്ചവടവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസം, നമ്മൾ വളരെ സേവനമായി കണക്കാക്കിയ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും അത് ഒരു കച്ചവടവൽക്കരിക്കപ്പെടുകയായിരുന്നു. മുമ്പൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോഴാണ് എയ്ഡഡ് സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രീതിയിൽ പല സ്ഥാപനങ്ങളും അത് നാട്ടിലെ മുതലാളിമാരോട് അല്ലെങ്കിൽ കച്ചവടക്കാരായ ആളുകളോട് ഒരു സ്കൂൾ തുടങ്ങാൻ പറഞ്ഞാൽ അന്ന് ആ കാലഘട്ടങ്ങളിൽ മുതലാളിമാർ ഭരണാധികാരികളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു സ്കൂൾ ഏൽപ്പിച്ചാൽ അതൊരു ബാധ്യതയായി എന്ന് കണക്കാക്കിയിരുന്ന ആളുകൾ.
കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ടി പി രാജീവൻ അധ്യക്ഷത വഹിച്ചു. INDUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV ശശീന്ദ്രൻ, AITUC ജില്ലാ സെക്രട്ടറി KT ജോസ്, PV പ്രഭാകരൻ, KV പങ്കജാക്ഷൻ, KM മുരളീധരൻ, സ്മിത H തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയുടെ ലോഗോയുടെയും തിരഞ്ഞെടുക്കപ്പെട്ട തലവാചകത്തിന്റെയും പ്രകാശനവും പ്രോഗ്രാം ഷെഡ്യൂൾ റിലീസിംഗും നടന്നു. കൌൺസിൽ ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗത്തിൽ വെച്ച് മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശനം നിർവഹിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ചോളം ഒരാൾ രാത്രി 7 മണിക്ക് ശേഷം എത്തിച്ചേർന്നാൽ വലിയ പ്രയാസമാണ്. 1-2 ഹോട്ടലുകൾ ഉപയോഗിക്കുന്നതിന് മറ്റൊരു വ്യാപാര സ്ഥാപനങ്ങളും ഇല്ല എന്നുള്ളതാണ്. ആ രീതി നമ്മുടെ എന്താണെന്നറിയാം, നമ്മുടെ വ്യാപാര മേഖല കണ്ണൂരിൽ വലിയ രീതിയിൽ പ്രയാസം ലഭിക്കുന്നത് ആളുകൾ എത്താത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ഇത്തരം സാംസ്കാരിക പരിപാടികൾ വരുമ്പോൾ തീർച്ചയായും ജില്ലയുടെ നാനാഭാഗത്തും ആളുകൾ എത്തിച്ചേരും. ആ ഒരു പ്രതീക്ഷയിൽ എല്ലാ വിഭാഗം ആളുകളും എല്ലാവരും കച്ചവടക്കാർ നന്നായി ഒരു ഉണർവുണ്ടാകും എന്നുള്ള വലിയ ലക്ഷ്യം നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി നമ്മൾ അഭ്യർത്ഥിക്കാം. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 4 മുതൽ 12 വരെ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലാണ് കണ്ണൂർ ദസറ നടക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഉദുമ MLAയുമായ KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി, കാസർഗോഡ് DCC പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പയ്യന്നൂർ സ്വദേശിയായ KP കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ചികിത്സയിലായിരുന്നു. കണ്ണൂർ ജില്ലയിൽ SFI അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണെന്ന് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ജില്ലയിൽ അടിക്കടിയുണ്ടാകുന്ന സംഘർഷങ്ങൾ ഇതിന്റെ തെളിവാണ്. അതിന്റെ അവസാന ഉദാഹരണമാണ് ITI 1ാം വർഷ D സിവിൽ വിദ്യാർത്ഥി ദേവകുമാറിന് നേരെ നടന്ന ആക്രമണമെന്നും KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ KSU പ്രവർത്തകർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നിൽ SFI ആണെന്ന് KSU ആരോപിച്ചു. മർദ്ദനത്തിനെതിരെ SFIക്കാർക്കെതിരെ പ്രിൻസിപ്പലിനെ പരാതി നൽകാനെത്തിയപ്പോൾ KSU പ്രവർത്തകരെ SFI തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വാക്കേറ്റവും സ്ഥലത്ത് സംഘർഷവും ഉണ്ടായത്. ITI 1ാം വർഷ D സിവിൽ വിദ്യാർത്ഥി ദേവകുമാറിനാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.